അതന്നില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ നിങ്ങൾ വെട്ടിയില്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ എണീറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കറണ്ട് പോയിരുന്നു. ഞാൻ എണീക്കണതിൻ്റെ മുന്നേ തന്നെ കറണ്ട് പോയിരുന്നു. ഞാൻ വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിക്കും. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല, എന്നാലും അതുപോലെ തോന്നിക്കുന്ന ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കറണ്ടും പോയി. അപ്പോൾ രാവിലെ റൂമിലൊന്നും ഇൻട്രോ എടുക്കാൻ വയ്യ, കണ്ണൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉമ്മർത്ത് വന്നിരുന്നിട്ടാട്ടോ വീഡിയോ എടുക്കണത്. ഇനി ബാക്കി വീഡിയോസ് ഞാൻ കറണ്ട് വന്നതിന് ഷെയർ എടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോശ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിച്ചതിന് ശേഷം. പിന്നെ കുറേ കഴിഞ്ഞിട്ട് എണീറ്റ് വന്ന് നോക്കിയപ്പോൾ അടുക്കളൊക്കെ ആകെ അലമ്പായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ വൃത്തിയാക്കൽ പരിപാടിയിലാണ്. നമ്മുടെ കർക്കിടകം തുടങ്ങുന്നതിൻ്റെ മുന്നേയായിട്ട് നമ്മളൊക്കെ ക്ലീൻ ചെയ്യില്ല, അപ്പോൾ ആ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് ചായ ഇട്ട് കുടിക്കാമെന്ന് പറഞ്ഞ്. പുറത്താണെങ്കിൽ ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴയാണ്, നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ 2 ഗ്ലാസ് ചായയൊക്കെ ഇട്ടു. അപ്പോൾ എനിക്ക് വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ദോശ കഴിച്ചിട്ട് അധികം ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ അമ്മൻ്റെ കൂടെ കമ്പനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. മഴയല്ലേ, അപ്പോൾ ഒരു കട്ടനൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. അങ്ങനെ കട്ടൻ കുടിച്ചിരുന്നു. പിന്നെ ഐനാസ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റൂമിൻ്റെ ഉള്ളിൽ നിന്നല്ല, അകം തന്നെ ഫുള്ള് ഇരുട്ടായിരുന്നു കേട്ടോ. ഈ മഴ കാർമേഘം ഇങ്ങനെ മൂടി കെട്ടിയിട്ടാണ് തോന്നുന്നു. പകലൊക്കെ ഭയങ്കര പകലാണെന്ന് പോലും തോന്നില്ല, അത്രയ്ക്ക് ഇരുട്ടായിരുന്നു. ഇങ്ങനെ ആയാൽ തന്നെ ഒരു മടി തോന്നൂലേ. അങ്ങനെ പിന്നെ ഞാനൊന്ന് പുറത്തേക്ക് പോയി നോക്കി കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് മഴയൊക്കെ കുറഞ്ഞ് ഒന്ന് തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പെയ്തു കേട്ടോ, അത് വേറെ കാര്യം. വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഒരുങ്ങിയതായിരുന്നു ഒന്ന് കേട്ടോ, പറഞ്ഞില്ലേ. പക്ഷേ ഇന്നാണെങ്കിൽ ഒരു മടി പിടിച്ച ദിവസമായി. ഒന്നാമത് മഴയും പെയ്തു, ഫുള്ള് മഴ തന്നെ, ഭയങ്കര മഴ. നിൽക്കും പെയ്യും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് ജലദോഷവും പിടിച്ച്. എനിക്കങ്ങനെയാണ് കേട്ടോ, കാരണമൊന്നും വേണ്ട, വെറുതെ അങ്ങോട്ട് വരും. ചിലപ്പോൾ ഒരു പ്രശ്നമില്ലാതെ ഇരിക്കുന്ന സമയത്താവും ഒരു തുമ്മൽ വരിക, അപ്പോൾ ജലദോഷമായി. അങ്ങനെയാണ് എനിക്ക് കേട്ടോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. അപ്പോൾ ജലദോഷമാണ്, കണ്ടില്ലേ. ഈ സാധനം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ പഠിക്കണ കാലം തൊട്ടേ ഈ സാധനം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത്രയും നേരമായി. ഇന്ന് ചോറൊന്നും ഉണ്ടിട്ടില്ല കേട്ടോ, വിശക്കുണ്ടായിരുന്നില്ല. ഞാൻ ചായ കുടിച്ച കാരണം നേരത്തെ, അതുകൊണ്ട് വിശക്കുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു കുളിച്ചാൽ ഒന്ന് ഉഷാറായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ കുളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ എന്നല്ല, കുളിക്കണം. പക്ഷേ പിന്നെയാണെങ്കിലോ കറണ്ട് പോവുക വരിക, അങ്ങനൊരു ഇത് കേട്ടോ. ഇവിടെ ലൈറ്റ് ഓഫ് ആക്കുകയാണ്, കണ്ണ് കണ്ടാവില്ല. ഇതൊക്കെ വെട്ടി ഞങ്ങള് എനിക്കറിയാം നേരെ തിരിച്ചാണ്. എനിക്ക് ചെടികളൊക്കെ വളർന്ന് നിൽക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ചെടികളിൽ പുഴുക്കളൊന്നും ഉണ്ടാവാൻ പാടില്ല, അതെനിക്ക് ഭയങ്കര. മീൻ വാങ്ങാനോ? എന്ത് മീൻ വാങ്ങാൻ? ഇതൊക്കെ നിങ്ങൾ വെട്ടിയില്ലേ? പക്രു എന്ത് മീനാ? മത്തി വലിപ്പുണ്ടോ നോക്കട്ടെ. നിങ്ങൾക്ക് അവിടുന്ന് ചെറുതാ? ഇത് അയിലാണടാ. ഇനി എങ്ങടാ നോക്കണേ? നിങ്ങൾ കണ്ടോളി. ഇത് അയിലല്ലേ, ചെമ്പാനാണ്. അങ്ങനെ എന്തോ ഒരു സാധനം. അമ്മയാണെങ്കിൽ കുളിക്കായിട്ട് ചീത്ത പറഞ്ഞ് കൊല്ലിരുന്നു കേട്ടോ. അമ്മ ഞാൻ ഇവിടെ വന്ന് എപ്പോഴും എനിക്ക് കേൾക്കണ ഒരു കാര്യമാണ് കേട്ടോ, കുളിക്കായിട്ടുള്ള ചീത്തയാണ്. കാരണം ഇവിടെ വന്ന് ഭയങ്കര മടിയാണ് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ. ആദ്യം നമുക്കൊന്ന് ഫേസ് സ്ക്രബ് ചെയ്യാം കേട്ടോ.
കാണാം. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്നൊന്നും നടന്നില്ല. അപ്പോൾ ഇതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു കുളിക്കാൻ പോണതിൻ്റെ മുന്നായിട്ട് മുഖം ഒന്ന് സ്ക്രബ് ചെയ്യുക. കോഫി പൗഡറും പഞ്ചസാരയും വെച്ചിട്ട് എന്നിട്ട് പിന്നെ ഒരു പാക്കും കൂടെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ച് സ്ക്രബ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ ചിലപ്പം തോന്നും ഞാൻ ഭയങ്കര ഹാർഡായിട്ടാണ് മുഖത്ത് ഉരയ്ക്കണതെന്ന്. പക്ഷേ ഞാൻ കുറച്ച് സ്പീഡിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത്. നല്ല സോഫ്റ്റായിട്ട് ചെയ്യുക, അത്രയും ഹാർഡായിട്ടൊന്നും മുഖത്ത് വരരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പാക്കും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ക്രബ് ചെയ്തതിന് ശേഷം. ഇപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നു കേട്ടോ. ഇനി നമുക്ക് അപ്പോൾ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് അരിപ്പൊടിയും കടലമാവും കോഫി പൗഡറും നാരങ്ങ നീരുമാണ് കേട്ടോ. തൈര് ഉണ്ടെങ്കിൽ ചേർക്കാം, തൈര് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചേർക്കാതിരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പാക്ക് ഇട്ടിട്ടുണ്ട്. ഉണങ്ങട്ടെ കേട്ടോ. മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് കട്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും മുഖത്ത് ഇതിട്ടിരിക്കല്ലേ, അപ്പോൾ അത് ഉണങ്ങും ചെയ്തോളൂ. അപ്പോഴേക്കും ഇത് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. രാത്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞാനും കുളിക്കാൻ പോയിട്ടോ വേഗം. അങ്ങനെ പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് വന്നു കേട്ടോ. അമ്മ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വേഗം ഓടിയതാട്ടോ. എനിക്ക് നല്ല ചീത്തയൊക്കെ അതുകൊണ്ട് പിന്നെ വേഗം പോയി കുളിച്ച് വന്നു. അങ്ങനെ പിന്നെ വിളക്കൊക്കെ വെക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. നിങ്ങളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, ഉണ്ടോയെന്നൊന്ന് അറിയണമല്ലോ. മഴ ഒരു രക്ഷയില്ലാത്ത മഴ തന്നെയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ ബൈ.